എമ്പുരാനെതിരായ ഹർജിയിൽ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള ഹർജി എന്ന് കോടതി പറയുന്നു. ചിത്രം സെൻസർ ചെയ്തതല്ലേ, പിന്നെന്തിനാണ് എതിർപ്പെന്നും കോടതിയുടെ ചോദ്യം വരികയാണ്. എസ് രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഈ പ്രദർശനം തടയണം എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. അത് തടയാത്ത ഹൈക്കോടതി മറ്റെന്തൊക്കെ വിമർശനങ്ങൾ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് രാഗിൻ? സിംഗിൾ ബെഞ്ചിന് മുൻപാകെയാണ് ഹർജി വന്നത്. ആ ഹർജിയിലാണ് കോടതി ചില ചോദ്യങ്ങൾ ആദ്യം തന്നെ ചോദിച്ചത്. ഇത് ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടുള്ള ഹർജിയല്ലേ, അതായത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലിറ്റിഗേഷൻ അല്ലേ എന്ന കാര്യം സിംഗിൾ ബെഞ്ച് ഹർജിക്കാരനോട് ചോദിച്ചു. ഇതോടൊപ്പം തന്നെ കോടതി ചോദിച്ച മറ്റു കാര്യങ്ങൾ ഇവയാണ്. അതായത് ചിത്രം സെൻസർ ചെയ്തതല്ലേ, അതായത് സെൻസർ ചെയ്ത് പുറത്തിറക്കിയ ഒരു ചിത്രമല്ലേ ഇത് എന്നാണ് കോടതി ചോദിച്ചത്. പെറ്റീഷണർ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന കാര്യവും ചോദിച്ചു. ഇതോടൊപ്പം തന്നെ പിന്നെ സെൻസർ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ എന്താണ് പ്രശ്നം, പിന്നീട് എന്താണ് അതിൽ ഒബ്ജക്ഷൻ എന്ന കാര്യമാണ് കോടതി പ്രധാനമായും ചോദിച്ചത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കലാപ സാധ്യതയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ കോടതി ചോദിച്ചു, അങ്ങനെ എവിടെയെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും കലാപത്തിന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യവും കോടതി ചോദിച്ചു. ഈ ഹർജിയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ഇടക്കാല ആവശ്യം എന്ന് പറയുന്നത് സിനിമയുടെ പ്രദർശനം തടയണം, അതായത് തടയാൻ വേണ്ടിയിട്ട് വാർത്താ വിതരണ മന്ത്രാലയത്തിനും മറ്റുമൊക്കെ നിർദ്ദേശം നൽകണം ഹൈക്കോടതി എന്നതാണ്. പക്ഷേ അത് കോടതി അംഗീകരിച്ചിട്ടില്ല. അതായത് പ്രദർശനം കോടതി തടഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഹർജിക്കാരനെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായത്. സിംഗിൾ ബെഞ്ചിന് മുൻപാകെയാണ് ഹർജി എത്തിയത്. ഹർജിയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന കാര്യം ഇവയൊക്കെയായിരുന്നു. അതായത് ഈ ഹർജിക്കാരനായിട്ടുള്ള VV വിജീഷ് നേരത്തെ വാർത്താ വിതരണ മന്ത്രാലയത്തിന് ഉൾപ്പെടെ പെറ്റീഷൻ നൽകിയെങ്കിലും അവർ ഇതിൽ നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ട് കോടതി ഇടപെടലാണ് ആവശ്യം. സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്ത് നമ്മൾ ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല. കാരണം ഇവിടെ ഇപ്പോൾ സെൻസർ ചെയ്തിരിക്കുന്നു. അതിന്റെ അണിയറ പ്രവർത്തകരും അതിന്റെ നിർമ്മാതാക്കളും ഒക്കെ ചേർന്നുകൊണ്ട്, മാത്രമല്ല കലാപത്തിന്റെ പേരിലോ അല്ലെ മറ്റേതെങ്കിലും തരത്തിൽ എങ്ങും ഇതിനെ ചൊല്ലി ഒരു കേസോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വെറും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ ഹർജിക്കാരെതിരെ നടപടി ഇപ്പോൾ BJP സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് കോടതിക്ക് മനസ്സിലാകുന്നു അല്ലേ രാഗിൻ? തീർച്ചയായും VV വിജീഷ് അവിടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സസ്പെൻഷൻ വന്നതായി വ്യക്തമാകുന്നുണ്ട്. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട്. ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ട് അതിൻ്റെ സെൻസർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സംവിധാനം നാട്ടിലുണ്ട്. ആ സംവിധാനത്തിലൂടെ കടന്നു വന്നതാണ് എമ്പുരാനും. അങ്ങനെ സംവിധാനത്തിലൂടെ കടന്നു വന്ന ശേഷമാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ വോളണ്ടറി ആയിട്ട് അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ഒരു നിയമ സംവിധാനത്തിലൂടെ കടന്നു വന്നൊരു വിഷയത്തിൽ കോടതിയിൽ ഒരു ലിറ്റിഗേഷനായി പോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി, ഹർജിക്കാരൻ്റെ ഉദ്ദേശശുദ്ധിയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം അത് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്ന കാര്യമാണെന്നും കൂടി സ്വാഭാവികമായിട്ടും വ്യക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോടതിയുടെ വിമർശനം. എന്തായാലും ഇടക്കാല ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് അതാണ്. ഈ ഹർജി, എമ്പുരാന്റെ പ്രദർശനം തടയണമെന്ന ഹർജി അംഗീകരിച്ചില്ല, അത് തള്ളുകയും ചെയ്ത്. മാത്രമല്ല ഹർജിക്കാരന് അതിരൂക്ഷ വിമർശനവും കൂടി ഉണ്ടാകുകയാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള വെറും ഒരു വ്യവഹാരം എന്ന വാക്കാണ് ഹൈക്കോടതി പ്രയോഗിച്ചിരിക്കുന്നത്. രാഗിനാണ് വിവരങ്ങൾ നൽകി.